അങ്ങനെ കാഴ്ചക്കാരുടെ പ്രിയപ്പെട്ട ലെംബോ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായിരിക്കുകയാണ്. ഇതൊരു പരിവർത്തനത്തിൻ്റെ സമയമാണ്, ഇതൊരു സമവായത്തിൻ്റെ സമയമാണ്, ഇതൊരു സമവായ നീക്കമാണ്. സംവിധായകൻ രഞ്ജിത്ത്, ഷാജിയൻ കരുൺ മുതൽ രഞ്ജിത്ത് വരെയുള്ള സംവിധായകന്മാർ അവിടെ ചെയർമാനായി ഇരുന്നിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ കാര്യം നമുക്കറിയാം. ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പോയ ശേഷം വൈസ് ചെയർമാനെ ചെയർമാനാക്കുന്നു. അതൊരു സമവായത്തിൻ്റെ ഭാഗമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. സമവായം എങ്ങനെയാണ്? വേറൊരാളെ, ബീന പോളോ, ഷാജിയൻ കരുണിനെ പോലുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ചലച്ചിത്രമേളയൊക്കെ നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തർക്കമുണ്ടാകും. അതുപോലെ തന്നെ സിനിമാ മേഖലയ്ക്ക് ഉള്ളിലുള്ള സംഘടനകൾക്കും തർക്കമുണ്ടാകും. ഇന്നയാളെ വെച്ചില്ല, ഇന്നയാളെ വെച്ചില്ല, ഇങ്ങനെ ഇത് ശരിയായില്ല എന്നൊക്കെ തർക്കമുണ്ടാകും. അതുകൊണ്ടാണ് എല്ലാവർക്കും സമ്മതനായ, പൊതുസമ്മതനായ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിനെ ഈ ചെയർമാൻ്റെ പദവി നൽകുന്നത്. താൽക്കാലിക ചുമതലയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ പലതാണ്. ഒന്ന്, IFFK ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. ഡിസംബർ ആകുമ്പോൾ ചലച്ചിത്രമേള നടത്തണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ചലച്ചിത്ര അവാർഡ് ദാനം നടത്തണം. അങ്ങനെ തുടങ്ങിയ മറ്റൊരു വെല്ലുവിളി. അതുപോലെ തന്നെ ഇനി സിനിമാ മേഖലയും, പുകഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന സിനിമാ മേഖലയെയും ചലച്ചിത്ര അക്കാദമിയെയും കൂട്ടിയിണക്കി കൊണ്ടുപോവുക, അതും വലിയൊരു തലവേദനയാണ്. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ഈ വരുന്ന 3-4 മാസക്കാലം പ്രേംകുമാറിന് നിൽക്കാൻ സമയമുണ്ടാകില്ല. അത്രമാത്രം തിരക്ക് പിടിച്ച പണികളായിരിക്കും. ഇനി പ്രേംകുമാർ ആരാണ്, എന്താണ്, എങ്ങനെ CPMൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടി എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇദ്ദേഹം തിരുവനന്തപുരത്ത് SN കോളേജിൽ പഠിക്കുമ്പോൾ KSU പ്രവർത്തകനായിരുന്നു. KSUയുടെ സജീവ പ്രവർത്തകനായിരുന്നു. KSU പാനലിലാണ് മത്സരിച്ച് യൂണിയനിലെത്തിയത്, കോളേജ് യൂണിയനിലെത്തിയത്. അവിടുന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുമ്പോൾ സീരിയസ് കഥാപാത്രങ്ങളെയൊക്കെ ഇദ്ദേഹം അവതരിപ്പിച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം ഹാസ്യതാരമായി മാറുന്നത്. ഹാസ്യതാരമായി സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ലെംബോ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. എല്ലാവർക്കും കൊച്ചു പിള്ളേർക്ക് ഓർമ്മയുണ്ടാകില്ല, എങ്കിലും ദൂരദർശൻ കണ്ടിരുന്ന ആളുകൾക്കൊക്കെ അത് ഓർമ്മയുണ്ടാകും. വളരെ രസകരമായ രസം നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു ലെംബോ. ലെംബോയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് സിനിമ കിട്ടുന്നത്. അനിയൻ ബാവ, ചേട്ടൻ ബാവയിലെ ആ ഒരു കഥാപാത്രമൊക്കെ ഇദ്ദേഹം വളരെ തന്മയത്വത്തോടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജയറാമിൻ്റെ കൂടെ കുറേ സിനിമകൾ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മിക്കവാറും സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത 150ഓളം സിനിമകളിൽ വേഷമിട്ട ആളാണ് പ്രേംകുമാർ. ഒരു അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര ഹാസ്യനടൻ എന്ന രീതിയാണ്, എല്ലാവരും ചിരിപ്പിക്കുന്ന രീതിയാണ്. അദ്ദേഹം KSUക്കാരനായിരിക്കുമ്പോൾ തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിനിമ സഖാവ് എന്നൊരു സിനിമയിലാണ് ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ സഖാവ് എന്ന് പറയുമ്പോൾ അങ്ങനൊരു സിനിമയിൽ നായക കഥാപാത്രമായി എത്തുമ്പോൾ കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെയാണ് KSU കോൺഗ്രസ് പാതയിൽ സഞ്ചരിച്ച പ്രേംകുമാർ P. കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം വായിച്ചു നോക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസം എന്നാൽ സ്നേഹമാണ്, സഹവർത്തിത്വമാണ്, സഹനമാണെന്നൊക്കെയുള്ള തിരിച്ചറിവ് പ്രേംകുമാറിന് ലഭിക്കുന്നത്. പിന്നെ P. കൃഷ്ണപിള്ളയുടെ എല്ലാ പുസ്തകങ്ങളും, എല്ലാ എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ പ്രേംകുമാർ വായിച്ചു, മറ്റു പുസ്തകങ്ങളും വായിച്ചു. അങ്ങനെ പക്കാ സഖാവായി. തിരുവനന്തപുരത്തെ CPMൻ്റെ സാംസ്കാരിക മുഖങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് ഇപ്പോൾ പ്രേംകുമാർ. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഗുഡ് ബുക്കിൽ പ്രേംകുമാർ വളരെ ഈസി ആയിട്ട് കടന്നുകൂടി. പിന്നെ വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടില്ല. അദ്ദേഹം പറയുന്നത് ഒഴിവു സമയങ്ങളിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ അദ്ദേഹം വായിക്കുന്നത് ബൈബിളാണ്. കൂടുതലും വായിക്കുന്നത് ബൈബിളാണ്. ബൈബിൾ വായിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അദ്ദേഹം ബൈബിൾ വായിക്കുന്നു. മറ്റ് വിവാദങ്ങൾക്കൊന്നും പോകുന്നില്ല. ഇതുവരെ ചലച്ചിത്ര അക്കാദമിയിൽ ഉണ്ടായിരുന്ന, വൈസ് ചെയർമാനായി ഉണ്ടായിരുന്ന സമയത്ത് പോലും എല്ലാ ആളുകളെയും കണ്ട് ചിരിക്കാനും ഷേക്ക് ഹാൻഡ് കൊടുക്കാനും നമസ്തേ പറയാനും ഒരു മടിയുമില്ലാതെ എല്ലായിടങ്ങളിലും ഓടിയെത്തി എല്ലാ ആളുകളോടും സൗഹൃദം പുതുക്കി ചിരിച്ച് കാര്യങ്ങൾ തിരക്കി അവരുടെ ആവശ്യങ്ങൾ തിരക്കി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേംകുമാർ. അതുകൊണ്ട് തന്നെ ചലച്ചിത്രമേള അദ്ദേഹത്തിന് ഒരു വലിയ വെല്ലുവിളിയാകും എന്ന് തോന്നുന്നില്ല. കാരണം എക്സ്പീരിയൻസ് ഉണ്ട്. രഞ്ജിത്തിൻ്റെ താഴെയാണെങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൈയും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് പിന്നെ പ്രേംകുമാർ അത്ര അങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാം. പ്രേംകുമാർ രഞ്ജിത്ത് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെ രഞ്ജിത്തിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കുറവ് പ്രേംകുമാറിനോട് ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോഴെങ്കിലും അവിടെ പോകുന്ന ആളുകൾക്ക് തോന്നിപ്പോകും. പ്രേംകുമാർ എല്ലായിടത്തും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാവരോടും സംസാരിച്ച് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വൈസ് ചെയർമാനിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ചെയർമാൻ്റെ താൽക്കാലിക പദവി കൂടി ലഭിക്കുമ്പോൾ പ്രേംകുമാർ ഹാപ്പി ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് നിന്ന് തിരിയാൻ സമയമുണ്ടാകില്ല. അങ്ങനെ KSU കോൺഗ്രസ് പാതയിൽ സഞ്ചരിച്ച് CPMൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദവിയിലെത്തിയ പ്രേംകുമാറിന് യോഗനാഥത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും.